നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെറിൻ ഷറഫ്. ഇന്ന് ജൂലൈ 28, ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്നത്, എന്നാൽ വളരെ വൈകി തിരിച്ചറിയപ്പെടുന്നതുമായ ഒരു രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഹെപ്പറ്റൈറ്റിസ് എന്നത് എന്താണ്? ഹെപ്പറ്റൈറ്റിസ് എന്നത് കരൾ വീക്കമാണ്. മദ്യപാനം, ചില മരുന്നുകൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ മുതലായവയും കരളിനെ ബാധിക്കാമെങ്കിലും ഏറ്റവും സാധാരണമായ കാരണം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ്. 5 തരം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളുണ്ട്: എ, ബി, സി, ഡി ആൻഡ് ഇ. ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ സാധാരണയായി മലിനമായ ജലത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആണ് പകരുന്നത്. ഇവ പലപ്പോഴും താൽക്കാലിക രോഗങ്ങളായിരിക്കാം. ഗർഭിണികളിൽ പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് ഇ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. കാരണം ഇവ വർഷങ്ങളോളം ശരീരത്തിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ തുടരാം. ഇങ്ങനെ ദീർഘകാലം അണുബാധ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവർ ഫെയിലിയർ, ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകാം. ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെ പകരാം? രോഗബാധിതരായ വ്യക്തിയുടെ രക്തവുമായി സമ്പർക്കം വന്നാൽ, അണുവിമുക്തമല്ലാത്ത സൂചി, സിറിഞ്ച്, ടാറ്റു, പിയേഴ്സിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ, ഗർഭകാലത്തോ പ്രസവ സമയത്തോ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്. ഹെപ്പറ്റൈറ്റിസ് സി പ്രധാനമായും രോഗബാധിതരായ വ്യക്തിയുടെ രക്തവുമായി സമ്പർക്കം വരുന്നത് വഴിയാണ് പകരുന്നത്. ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അമിത ക്ഷീണം, വിശപ്പില്ലായ്മ, വയറിന്റെ വലതുഭാഗത്ത് വേദന, ഛർദി അല്ലെങ്കിൽ ഓക്കാനം, കണ്ണിനും ചർമ്മത്തിനും മഞ്ഞ നിറം അഥവാ ജോണ്ടിസ്, ഇരുണ്ട നിറത്തിലുള്ള മൂത്രം, ഇളം നിറത്തിലുള്ള മല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ബാധിച്ച പലർക്കും വർഷങ്ങളോളം യാതൊരു ലക്ഷണവും കാണിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇതിനെ സൈലന്റ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ് പരിശോധന നടത്തേണ്ടത്? ഗർഭിണികൾ, ആരോഗ്യ പ്രവർത്തകർ, പലതവണ രക്തം സ്വീകരിച്ചിട്ടുള്ളവർ, ഡയാലിസിസ് രോഗികൾ, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി രോഗബാധിതരോടൊപ്പം താമസിക്കുന്നവർ, അപകടകരമായ ലൈംഗിക പെരുമാറ്റമുള്ളവർ, അണുവിമുക്തമല്ലാത്ത സൂചികൾ ഉപയോഗിച്ചിട്ടുള്ളവർ. ലളിതമായ രക്തപരിശോധനയിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. പ്രതിരോധം എങ്ങനെ? ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നിർബന്ധമായും സ്വീകരിക്കുക. ഇത് വളരെ സുരക്ഷിതവും വളരെ ഫലപ്രദവുമാണ്. എല്ലാ നവജാത ശിശുക്കൾക്കും കഴിയുന്നത്ര വേഗം, അതായത് ജനിച്ച് ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ആദ്യ ഡോസ് നൽകുന്നത് വളരെ പ്രധാനമാണ്. സുരക്ഷിതമായ രക്തം മാത്രം സ്വീകരിക്കുക. സിറിഞ്ചുകളും സൂചികളും ഒരിക്കലും പങ്കുവയ്ക്കരുത്. ടാറ്റു, പിയേഴ്സിംഗ് എന്നിവ പരിശീലനം ലഭിച്ച കേന്ദ്രങ്ങളിൽ മാത്രം ചെയ്യുക. സുരക്ഷിതമായ ലൈംഗിക ബന്ധം പാലിക്കുക. ശുദ്ധമായ കുടിവെള്ളവും വ്യക്തി ശുചിത്വവും പാലിക്കുക. ഹെപ്പറ്റൈറ്റിസിന് ചികിത്സ ലഭ്യമാണ്. അതെ, ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള മരുന്നുകൾ ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും ആവശ്യമായ രോഗികളിൽ മരുന്നുകൾ ഉപയോഗിച്ച് വൈറസിനെ നിയന്ത്രിക്കാനും അത് കാരണം ഉണ്ടാകുന്ന കരളിന്റെ കേടുപാടുകൾ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് സി ഇന്ന് ആധുനിക ഡയറക്റ്റ് ആക്ടിംഗ് ആന്റിവൈറൽ മരുന്നുകൾ ഉപയോഗിച്ച് മിക്കവാറും 95% രോഗികളിലും പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള പരിശോധനയും ചികിത്സയും ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ നമുക്ക് ഒരു സന്ദേശം പങ്കുവയ്ക്കാം. ഹെപ്പറ്റൈറ്റിസ് എന്താണ് എന്നറിയുക, നേരത്തെ പരിശോധന നടത്തുക, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുക, ആവശ്യമായ സമയത്ത് ചികിത്സ നടത്തുക. ആരോഗ്യമുള്ള കരൾ, ആരോഗ്യമുള്ള ജീവിതത്തിനായി. നന്ദി.